ഈ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും കുറച്ച് ആൾക്കാർ. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പം വേറെ കാര്യം പറഞ്ഞ് അറ്റൻഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചെക്കന്മാര്, അല്ലെങ്കിൽ ചെക്കന്മാർ മാത്രമല്ല പെൺകുട്ടികൾ എല്ലാവരും. അപ്പം നമ്മളൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ കളിയാക്കുന്ന ആൾക്കാർ. ആദ്യം നടന്ന ഇൻസിഡന്റ് ആണ് എന്റെ കേസിൽ മറ്റെല്ലാരും കണ്ട വീഡിയോ. ഞാൻ എന്ത് ബോറാണെന്ന് പറയുന്ന സാധനം അവന്റെ അറ്റൻഷൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ അവന്റെ ഫ്രണ്ട് എന്തോ ബുർക്ക പോലത്തെ ഒരു സാധനം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബീച്ചിൽ അതിരടി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ടോവിനോയും ബേസിൽ ജോസഫും ഒരുമിച്ച് അഭിനയിച്ച ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അതിരടി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയായിരുന്നു. അതിരടിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ പടം കണ്ടിട്ടുണ്ടായിരുന്നു. പടം എനിക്ക് പേഴ്സണലി വർക്കായി കേട്ട്. എന്റെ കൂടെ വൈഫും ഉണ്ടായിരുന്നു, പുള്ളിക്കാർക്കും ഭയങ്കര ഇഷ്ടമായി. ഇതൊരു തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വലിയ ക്രൗഡിനെ കൂടെ ആഘോഷിച്ച് കാണാൻ പറ്റിയ പടം. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഈ പരിപാടി നടന്ന സ്ഥലം കോഴിക്കോട് ബീച്ചാണ്. ഓപ്പൺ സ്റ്റേജിലായിരുന്നു, എൻട്രി ഫ്രീ ആയിരുന്നു. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ എല്ലാ ദിവസവും നല്ല തിരക്കായിരിക്കും. ഇതിപ്പോ ടോവിനോയും ബേസിലും ഒക്കെ വരുന്ന പരിപാടി ആയതോടെ ലിറ്ററലി സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത അത്രയും ക്രൗഡായിരുന്നു. ഇങ്ങനെ വലിയ ജനക്കൂട്ടം വരുന്ന പരിപാടികളിലൊക്കെ വലിയ അപകട സാധ്യതയും വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. തിക്കിലും തിരക്കിലും പെട്ട ആളുകൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇനി വലിയ ജനക്കൂട്ടം ഉണ്ടാകുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ട് നമ്മുടെ കൂടെ വന്ന കുട്ടികൾ മിസ്സാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കാണാതാവുന്നത്. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഇൻസിഡന്റുകൾ ഉണ്ടാവാറുണ്ട്. കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്ന അതിരടി ഫെസ്റ്റിലും ഇതുപോലെ ഇഷ്ടംപോലെ കുട്ടികളെ കാണാതാവുകയുണ്ടായി. ടോവിനോയും രഞ്ജിനിയും ഒക്കെ കാണാതായ കുട്ടികളുടെ പേര് അനൗൺസ് ചെയ്യുന്നതും അത് കേട്ട് ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ആരോ അനാവശ്യമായി കമന്റ് അടിച്ചതും അങ്ങനെ കമന്റ് അടിച്ചവരോട് ടോവിനോയും രഞ്ജിനിയും ഒക്കെ മറുപടി പറയുന്നതായിട്ടുള്ള ചെറിയ വീഡിയോകൾ നിങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ കണ്ടിട്ടുണ്ടാകും. ആ പരിപാടി നടന്ന സമയത്ത് ആ വീഡിയോകൾ നല്ലോണം വൈറലായിരുന്നു. ഞാൻ വേണമെങ്കിൽ 1-2 വീഡിയോകൾ ഇവിടെ പ്ലേ ചെയ്യാം. ആതിര അതാരാണ്? നിന്റെ അമ്മയാണെങ്കിൽ നീ പറയൂടാ അങ്ങനെ. ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ. ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. എന്ത് ബോറും കാര്യമാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോ ഇടയ്ക്ക് വരണം. എന്റെ മുഖം ഞാൻ മറക്കൂല. ഞാൻ ഓക്കെ, കണ്ടിന്യൂയിങ് ഓൺ. ഓക്കെ, രഞ്ജിന് അതിനിടയ്ക്ക് നൈസായിട്ട് അവന്റെ അമ്മയ്ക്ക് വിളിച്ചു അല്ലേ. അതല്ലെങ്കിലും അവൻ അർഹിക്കുന്നു. കുട്ടികളെ കാണാതായി എന്നുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കണം. അല്ലാതെ ആ സമയത്ത് ചീപ്പ് ഷോ ഇറക്കാൻ വേണ്ടി ഊളെ കമന്റ് അടിക്കുകയല്ല വേണ്ട. കുറച്ചെങ്കിലും സെൻസ് ഉണ്ടെങ്കിൽ അവൻ ആ പരിപാടി ചെയ്യൂല. ഇതെന്താണെന്ന് അറിയോ, 4 ആൾ കൂടുമ്പോൾ മെയിൻ ആവാൻ വേണ്ടി പട്ടിഷോ ഇറക്കുന്ന കുറെ മുണ്ണകളുണ്ട്. അവരാണ് ഇമാതിരി പരിപാടി ചെയ്യുന്നത്. എന്തായാലും അവൻ അവിടെ എന്തോ ഒരു ഊളെ കമന്റ് അടിച്ചത് കൊണ്ടാണ് രഞ്ജിന് അങ്ങനെ ഒരു മറുപടി കൊടുത്തതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായത്. പക്ഷെ ശരിക്കും അവൻ എന്താണ് പറഞ്ഞത്, എന്ത് പറഞ്ഞപ്പോഴാണ് രഞ്ജിന് പ്രകോപിതയായത്, അതാർക്കെങ്കിലും അറിയോ? അറിയില്ലെങ്കിൽ അത് നമുക്ക് രഞ്ജിനിയുടെ നാവിൽ നിന്ന് തന്നെ കേട്ടോക്കാം. അന്ന് അവിടെ എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് വിശദമായി സംസാരിച്ചുകൊണ്ട് രഞ്ജിനി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ഈ അതിരടി ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാലിക്കറ്റ് ബീച്ചിൽ നടന്ന ഒരു ഇവന്റില് സ്റ്റേജില് 1-2 ഇൻസിഡൻസ് നടന്നു. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നമ്മളെ കുറച്ച് കുട്ടികളെ നമ്മൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചെയ്യാം. ആയിഷ ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ. ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. ബോറും കാര്യമാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോ ഇടയ്ക്ക് വരണം. എന്റെ മുഖം ഞാൻ മറക്കൂല. ആ ഇൻസിഡൻസിനെ കണ്ടിട്ട് അതിന്റെ അഭിപ്രായമായിട്ട് കുറെ ആൾക്കാർ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും 90% ഓഫ് ദ വീഡിയോസ് വർ സേയിങ് വി ഡിഡ് ദ റൈറ്റ് തിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷെ ഈ എല്ലാ വീഡിയോസും കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സത്യാവസ്ഥ ആക്ച്വലി എന്താ നടന്നതെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് ഡൗട്ട് തോന്നി. ബിക്കോസ് വാട്ട് ഹാപ്പൻഡ് ദേ, ഒരു ചിലവർക്കൊക്കെ അതൊരു 75% കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് 25% കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ, ചിലവർക്ക് 0% കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. വെരി ഫ്യൂ പീപ്പിൾ, എനിക്ക് തോന്നുന്നു അവിടെ വന്ന ആൾക്കാരിൽ കുറച്ച് പേരായിരിക്കാം ആ വീഡിയോസ് ഇട്ടത്, അവർക്കൊരു 80% they would have got it right. So I wanted to tell you what happened exactly. അതിനാണ് നമ്മളും കാത്തിരിക്കുന്നത്. 75%, 90% ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. രഞ്ജിനിയുടെ നാവിൽ നിന്നും ഇനി ആ 100% കൂടി കേട്ട് കഴിഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ. അല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല. അവിടെ എന്താണ് നടന്നതെന്ന് 100% കൃത്യമായി പറയാൻ കഴിയുന്ന ഒരാളാണ് രഞ്ജിനി. ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ആങ്കറിംഗ് ചെയ്ത് പരിചയമുള്ള ആളാണ് രഞ്ജിനി. സോ രഞ്ജിനിയുടെ വാക്കുകൾക്ക് ഇവിടെ ചെറുതല്ലാത്ത പ്രാധാന്യമുണ്ട്. സോ രഞ്ജിനി ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. And after that I'll go into what I want to share. Okay, so അതിരടി ഫെസ്റ്റ് ഭയങ്കര ക്രൗഡ് ആയിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് 100,000-ൽ പരം ആൾക്കാരാണ് ആ ബീച്ച് ഫെസ്റ്റിവലിൽ എത്തിയത്. ആ സിനിമയുടെ പ്രൊമോഷൻ ആയിട്ടാണ് ആ ഇവന്റിന് വേണ്ടി ഞങ്ങൾ എത്തിയത്. സിനിമയുടെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാനാണത് ഹോസ്റ്റ് ചെയ്യാൻ എത്തിയത്. 6:30 ഈ ഷോ തുടങ്ങേണ്ടത്. ഓക്കെ, കാലിക്കറ്റ് ബീച്ചിനെ കുറിച്ച് ഒരു സംഭവം അറിയണമെങ്കിൽ അവിടെ ഒരു ഷോ ഇവന്റോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി അത് ഫ്രീ ആണെങ്കിൽ അത്ര അധികം ജനത്തിരക്കാണ് അതിലേക്ക് വരുന്നത്. സോ ഞാൻ എന്റെ ഹോട്ടലിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങി. 6:30 ഇവിടെ
15 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ. കാരണം അവിടെ 6:30 5 മിനിറ്റ് മുമ്പ് എത്തിയാൽ മതി. 6 മണിക്ക് ഇറങ്ങിയ ഞാൻ അവിടെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് 7 മണിക്കും എത്തിയിട്ടില്ല സ്റ്റേജിൽ. ഓക്കെ, ദിസ് ഇസ് എ ഫാക്ട് ബിക്കോസ് ഐ ഗോട്ട് സ്റ്റക്ക്, ജസ്റ്റ് സ്റ്റക്ക്. പിന്നെ അതിനിടയിൽ ആ ഡ്രൈവർ ചേട്ടൻ പോലീസിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു 1 വേയിലൂടെ കയറ്റി അവിടെ വേറൊരു 1/2 മണിക്കൂർ. സോ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ ഒരു 1 hour ലേറ്റ് ആണ്, ഡ്യൂ ടു നോ ഫോൾട്ട് ഓഫ് മൈൻ ഓർ ദ ഡ്രൈവർ ചേട്ടൻസ്, വി ജസ്റ്റ് കുഡന്റ് മൂവ്. അല്ല, അത് ആദ്യമേ മുൻകൂട്ടി കാണണമായിരുന്നു കേട്ടോ. കോഴിക്കോട് ടൗൺ ആണ്, ചെറിയൊരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഫുൾ ബ്ലോക്ക് ആവും, അടുക്കാൻ പറ്റൂല. സോ അങ്ങനെയുള്ള കോഴിക്കോട് ടൗണിൽ ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോൾ എന്തായാലും തിരക്കാവും, ഭീകരമായ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും എന്നുള്ളത് മുൻകൂട്ടി കാണണമായിരുന്നു. 1/2 മണിക്കൂർ എന്നല്ല, 1 മണിക്കൂർ മുമ്പേ പോലും ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയാലും പരിപാടിക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും. ഇത്രയും വലിയ ക്രൗഡ് വരുമ്പോൾ അവരെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒരിക്കലും ശരിയല്ല. കാരണം ക്രൗഡാണ്, ഈസിലി ഫ്രസ്ട്രേറ്റഡ് ആവും, പിന്നെ കയ്യിൽ നിന്ന് പോയാൽ പിടിച്ചാൽ കിട്ടൂല. അല്ല, ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞെന്നുള്ളൂ കേട്ടോ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രധാന പോയിന്റിലേക്ക് വരാം. അതിനു മുമ്പ് രഞ്ജിനി ചേച്ചി ബാക്കിയോട് പറഞ്ഞാട്ടെ. പക്ഷെ അവർ സ്റ്റേജ് ഷോ തുടങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരുന്നു. സോ ഓൾറെഡി 1 ലക്ഷം ആൾക്കാർ ഈ സ്റ്റേജിലുണ്ട്. They are going nuts. അതിനിടയിൽ ബാരിക്കേഡ് തകർത്തു, മുന്നോട്ട് വന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ അറിയുന്നില്ല. എന്നിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഈ ബീച്ചിനടുത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു 200 മീറ്റർ അപ്പുറത്തുനിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നാണ് സ്റ്റേജിൽ എത്തുന്നത്. നടന്നല്ല, ഓൾമോസ്റ്റ് ഓടിയാണ് എത്തുന്നത്. ബിക്കോസ് ആൾക്കാരെ തല്ല് കിട്ടാനുള്ള അവസ്ഥ എനിക്ക് വേണ്ടല്ലോ. വി ഡോണ്ട് വാണ്ട് ദാറ്റ് ബിക്കോസ് വി വോണ്ട് ടു ഹാവ് എ ഗുഡ് ഷോ, റൈറ്റ്? ആൻഡ് ഇത്രയും അധികം ആൾക്കാർ വരുമ്പോൾ ദർ സംതിങ് കോൾഡ് ക്രൗഡ് മെന്റാലിറ്റി, മോബ് മെന്റാലിറ്റി ദാറ്റ് ടേക്സ് ഓവർ. ആ മോബ് മെന്റാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ബാരിക്കേഡ് തകർക്കുന്നതും കുറച്ച് അഗ്രസീവ് ആവുന്നതും ഒക്കെ. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ക്രൗഡ് ഒന്ന് അഗ്രസീവ് ആയി കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഇസ് വെരി ഡിഫിക്കൾട്ട് ഫോർ എനിബഡി, ലെറ്റ് അലോൺ ആൻ ആങ്കർ. ഓക്കെ, സോ നൗ 7:30 എന്തോ ആയി ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ. ഓക്കെ, സ്റ്റേജിൽ കയറി ആദ്യം തന്നെ ഞാൻ സോറി അളിയാ, ഐ എം ദ സോറി അളിയാ എന്ന് പറഞ്ഞ് സോറി വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യം ആക്ച്വലി അവര് പറയുന്ന കേട്ടത് അവിടെ വെള്ളമില്ല. ഓക്കെ, ദർ വാസ് നോ വാട്ടർ. ക്രൂ ചെയ്യേണ്ട പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് വെള്ളം വാങ്ങിക്കാനോ എടുക്കാനോ ഈ തിരക്കിൽ നിന്ന് ഇറങ്ങാനൊരു സംവിധാനം അവിടെ ഇല്ല. സഡൻലി ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, മേ ബി വി ഷുഡ് ഗെറ്റ് ദം സം വാട്ടർ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് പോയി, ഞാൻ തന്നെ ബാക്ക് സ്റ്റേജിൽ നിന്ന് പോയി ഒരു കാട്ടിൻ വെള്ളം കൊണ്ടുവന്ന് ആൾക്കാർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. അതിന്റെ വിഷ്വൽസ് ഒക്കെ വന്നു എന്ന് തോന്നുന്നു. അപ്പം ഒരു കുറച്ചൊക്കെ നേരം മാനേജ് ചെയ്തു. എന്നിട്ട് ആ സോറി പറഞ്ഞു, എല്ലാം ഓക്കെ ആയി, അവർ കാം ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും കുറച്ച് ആൾക്കാർ. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറെ കാര്യം പറഞ്ഞ് അറ്റൻഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചെക്കന്മാര്, അല്ലെങ്കിൽ ചെക്കന്മാർ മാത്രമല്ല, പെൺകുട്ടികൾ എല്ലാവരും. അപ്പം നമ്മളൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ കളിയാക്കുന്ന ആൾക്കാർ. ആദ്യമൊക്കെ ഈ വെള്ളം കൊടുക്കുന്ന സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വിട്ടു. ഓക്കെ, പിന്നെ പെട്ടെന്ന് ഈ ഷോ തുടങ്ങിയ സമയത്ത് കുറെ കുട്ടികളെ കാണുന്നില്ല. ഇത് ഒരു കുട്ടിയല്ല കാണാതായത് അന്നത്തെ ദിവസം. ഓക്കെ, ഒരു 10-20 കുട്ടികളെ ആ ദിവസം കാണാതായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം ഒരു കുട്ടിയാണെന്ന്. നോ, there was a list. ആൻഡ് ഈ ലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് കോഴിക്കോട്ടിലെ ആൾക്കാർ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം കേട്ടോ, ആര് എപ്പോൾ ബാക്ക് സ്റ്റേജിൽ വന്ന് കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ OT സ്റ്റേജിൽ വന്ന് നമുക്ക് ഇപ്പൊ തന്നെ അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സിമ്പത്തിയും എമ്പത്തിയും ഉള്ള കുറെ ആൾക്കാരാണ് കോഴിക്കോട് ഈ ഒരു ഇവന്റിൽ ഞാൻ കിട്ടുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരും, സ്വയം പുകയത്താണെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മളെ കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഈ സിമ്പതിയും എമ്പതിയും ഒക്കെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയ സാധനമാണ്. ഞാൻ വെറുതെ തള്ളുന്നല്ല കേട്ടോ. കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ അടിപൊളി ആൾക്കാരാണ് എന്ന് കരുതി ബാക്കി എല്ലാ ജില്ലക്കാരും മോശക്കാരാണെന്നല്ലോ കേട്ടോ. എല്ലാവരും അടിപൊളി തന്നെയാണ്, പക്ഷെ കോഴിക്കോടിന്റെ നാടാണല്ലോ. സോ എനിക്ക് കോഴിക്കോടിനെ കുറിച്ച് കൂടുതൽ പറയാൻ കഴിയും. ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കൂല. എല്ലാവരും അവനവന്റെ പ്രശ്നമായി കണ്ടിടപെടും. മിക്ക ആളുകളും മനുഷ്യ സ്നേഹികളാണ്. മാത്രമല്ല കോഴിക്കോട് ജീവിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വൈബാണ്. മറ്റു ജില്ലകളിൽ നിന്നും കോഴിക്കോട് വന്ന് ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന 99% ആളുകളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യ സ്നേഹികൾ ഒരുപാടുള്ള സ്ഥലത്ത് വെച്ച് തന്നെ ഒരു കുട്ടിയെ കാണാതായപ്പോ ഒട്ടും പക്വത കാണിക്കാതെ വളരെ മോശം കമന്റുകളുമായി ഒരു കൂട്ടം ബോറന്മാർ രംഗത്ത് വന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് രഞ്ജിനി തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്കി ടോക്കാം. സ്റ്റേജസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ്. അപ്പൊ അത് സോൾവ് ചെയ്യണം. എത്ര വലിയ ഇവന്റ് ആണെങ്കിലും പ്രയോറിറ്റി വാസ് ദിസ്. സോ എപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ പേര് പറഞ്ഞാലും ഞാൻ സ്റ്റേജിൽ കയറി പേര് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാൻ ഈ പേര് അനൗൺസ് ചെയ്തിരിക്കുമ്പോൾ ആദ്യം നടന്ന ഇൻസിഡന്റ് ആണ് എന്റെ കേസിൽ മറ്റെല്ലാവരും കണ്ട വീഡിയോ. ഞാൻ എന്ത് ബോറാണെന്ന് പറയുന്ന സാധനം. ഞാൻ കൊച്ചിന്റെ പേര് വായിച്ചുകൊണ്ടിരുന്നപ്പം സഡൻലി ഒരു ചെക്കൻ ഇങ്ങനെ ആ കുട്ടി അവിടെ ഉണ്ടെന്ന് പറയാണ്. ബേസിക്കലി അവിടെ ഉണ്ടായിരുന്നില്ല. ആ കൊച്ചിന്റെ ഫ്രണ്ടിന് അവന്റെ അറ്റൻഷൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ അവന്റെ ഫ്രണ്ട് എന്തോ ബുർഖ പോലത്തെ ഒരു സാധനം, ബുർഖയല്ല, ദുപ്പട്ട വെച്ച് ഇങ്ങനെ പെണ്ണിനെ പോലെയൊക്കെ ഡ്രസ് ചെയ്ത് നിന്നു. എന്നിട്ട് അതെ ഇവിടെ ഉണ്ട് എന്ന് പറയാം. ലൈക്ക് മേക്കിംഗ് എ മോക്കറി ഓഫ് എ സീരിയസ് സിറ്റുവേഷൻ. അതാണ് എനിക്ക് ദേഷ്യം വന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ആർക്കാരും ദേഷ്യം വരും. രഞ്ജിനി ചെയ്തതാണ് കറക്റ്റ്. അവനെ 2 തെറി കൂടുതൽ വിളിക്കണമായിരുന്നു എന്നായിരുന്നു എന്റെ ഒരു. കുട്ടികളെ കാണാത്ത കാര്യം വിളിച്ചു പറയുമ്പോഴാണ് അവന്റെ ഒരു ചെറ്റവർത്താനം. സംഭവത്തിന്റെ സീരിയസ്നെസ് പോലും മനസ്സിലാക്കാത്ത കുറെ കഴുതകൾ. ടോവിനോ ചോദിച്ച പോലെ അവനൊക്കെ വീട്ടിൽ ആരെങ്കിലും ആണ് ഇങ്ങനെ കാണാതാവുന്നതെങ്കിൽ അവനെ ചീഞ്ഞ വർത്താനം പറയോ? ഇല്ലല്ലോ. സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ കഴിയണം. മനുഷ്യന് ബേസിക് ആയി വേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതുപോലും ഇല്ലാത്തവരോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ബാക്കി കേട്ടോക്ക് എന്തായി?
ലൈക്ക് എന്ത് ബോറാണ് ബ്രോ എന്ന് പറഞ്ഞിട്ട്. സോ ഐ കോൾഡ് ഹിം ഔട്ട്. ദാറ്റ്സ് ഓക്കെ. ഇതേ സംഭവമാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ നടന്നത്. അപ്പോൾ ടൊവിനോ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ടൊവിനോയ്ക്ക് ദേഷ്യം വന്നു. പക്ഷെ ടൊവിനോ എന്നെക്കാട്ടും കുറച്ചുകൂടെ എന്താ പറയാ മെച്ചോർ ആയതുകൊണ്ടായിരിക്കാം ഹി ഹാൻഡിൽഡ് ഇറ്റ് ഇൻ എ മച്ച് മോർ കാമർ വേ. പക്ഷെ ഹി വാസ് വെരി ആംഗ്രി ഓൾസോ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, അതുപോലെ തന്നെ നിങ്ങൾ പ്രേക്ഷകരും ഇത്രയും അധികം ആ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴും എങ്ങനെയാണ് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആണ് അൺഫോർച്ചുനേറ്റ്ലി ഇത് ചെയ്യുന്നത്, കുറച്ച് എന്താ പറയാ വിവരമില്ലാത്ത അല്ലെങ്കിൽ ബോധേഡ് അല്ലാത്ത, സ്വന്തം കാര്യം മാത്രം കൺസേൺഡ് ആയിട്ടുള്ള അറ്റൻഷൻ ആവശ്യമുള്ള കുറച്ച് ആൾക്കാർ. അതിപ്പം മെയിൽ ഫീമെയിൽ എന്നൊന്നുമില്ല, ഫീമെയിലും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ബിക്കോസ് ഐ ടെൽ യു അനദർ ഇൻസിഡന്റ് റൈറ്റ് ആഫ്റ്റർ ദാറ്റ്. സോ അത് നടന്നപ്പം ഒബ്വിയസ്ലി നമ്മളൊരു ഷോ ചെയ്യുന്നതിന്റെ ആ ഇമ്പോർട്ടൻസ് ഒക്കെ മറന്ന് ഈ കൊച്ചുങ്ങളെ കണ്ടുപിടിക്കേണ്ട ഒരു ഇതിൽ നിൽക്കുമ്പോൾ സഡൻലി ദീസ് ഗൈസ് ആർ ബിഹേവിംഗ് ലൈക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ദേഷ്യം വന്നത്. ഇത് റിപ്പോർട്ട് ആയപ്പം ടൊവിനോ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, രണ്ടും വേറെ ഇൻസിഡന്റ് ആണ്. ഇതുപോലെ 10-20 പ്രാവശ്യം ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും കിട്ടി. പിന്നെ ഈ സംഭവത്തിൽ ഒരു കാര്യം ചോദിച്ചില്ലെങ്കിൽ അത് എന്റെ തെറ്റാണ്. വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇസ്, ഇത്രയും അധികം ആൾക്കാർ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് അവരുടെ മക്കളെ ആൾക്കാർ ലൂസ് ചെയ്യുന്നത്? അതും 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്. ഹൗ ആർ യു ലൂസിങ് യുവർ ചിൽഡ്രൻ? അത്ര ഇറസ്പോൺസിബിൾ ആയ ഒരു പേരന്റ് ആണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് അവിടെ രഞ്ജിനി ചോദിച്ചത് അല്ലെ. ഇനി എനിക്കും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത്രയും ആളുകൾ കൂടുന്ന ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ എന്താണ് വെറുതെ കുട്ടികളെ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോ, പക്ഷെ കുട്ടികളെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? ഒരു ചെറിയ ഉന്തും തള്ളുണ്ടായാൽ മാത്രം മതി. ആ ജനക്കൂട്ടത്തിനിടയിൽ ഞെരിഞ്ഞമർന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കേണ്ടി വരും. സ്വന്തം കുഞ്ഞിന്റെ ജീവനേക്കാളും വലുതാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി. എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യ റിസ്കുകൾ എടുക്കുന്നത്? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടികളിൽ കൊണ്ടുപോയി കളയാനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തുന്നത്? എല്ലാവരും സ്വയം ചോദിച്ചു നോക്കേണ്ട ഒരു ചോദ്യമാണിത്. കുഞ്ഞുങ്ങൾ എന്തിനു കൊണ്ടുപോകുന്നു, എങ്ങനെ നഷ്ടപ്പെടുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുത്, അത്ര തന്നെ. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരോടുള്ള റിക്വസ്റ്റ് ആണ്. ബാക്കിയാണ് നോക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന ഇൻസിഡന്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, ജനറലി ഇത് ഇങ്ങനെ വലിയ ക്രൗഡ്സ് വരുന്ന എല്ലായിടത്തും ആൾക്കാരെ കാണാതാവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, കുറച്ച് യങ് കൂട്ടുകാരൊക്കെ കൂടെ വന്ന കുറച്ച് ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഐ കൻ സ്റ്റിൽ ഇമാജിൻ അവര് കെയർലെസ് ആണ്, അവരുടെ ഏജിൽ ആ ഒരു കളിതമാശ കൂടുതലാണ്. പക്ഷെ നമ്മളുടെ കൂടെ എന്റെ ഒരു അച്ഛനും അമ്മയുമായ ആൾക്കാരുടെ കൂടെ വരുന്ന മക്കളില് എങ്ങനെയാണ് ആൾക്കാരെ ലൂസ് ചെയ്യുന്നത്? സോ ഐ ഫീൽ ദാറ്റ് എ ബിഗ് ചങ്ക് ഓഫ് ദാറ്റ് ബർഡൻ നീഡ്സ് ടു ഗോ ടു ദ പേരൻസ്. ബിക്കോസ് ഹൗ ആർ യു ലൂസ്? എന്തിനാണ് ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നത് കൺട്രോൾ ഇല്ലാത്തൊരു ക്രൗഡിന്റെ ഒരു ഏരിയയിൽ, എസ്പെഷ്യലി ഫ്രീ പാസസ് കൂടെ? കുറച്ചൊന്ന് ആലോചിക്കാം. നിങ്ങളുടെ കൊച്ചിനെ എങ്ങാനും കാണാതെ പോയാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്, മനസ്സിലായില്ലേ? ബിക്കോസ് ഐ കാന്റ് ഈവൻ ഇമാജിൻ. ഞാൻ അവിടെ കണ്ടു അത് കുറച്ച് ആൾക്കാരുടെ ഫേസിൽ ആ പരിഭ്രാന്തി, ആ ഒരു ഫിയർ, ആ ഒരു ടെൻഷൻ. ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. നത്തിങ് ഇൻ ദ വേൾഡ് ഇസ് വർത്ത് ഇറ്റ്. നിങ്ങളുടെ കുഞ്ഞിന് പകരം എന്തൊക്കെ തരാന്ന് പറഞ്ഞാലും നിങ്ങൾ കുഞ്ഞിനെ വിട്ടുകൊടുക്കുമോ? ഇല്ലല്ലോ. രഞ്ജിന് പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. എന്തോ ഭാഗ്യത്തിന് അവിടെ കാണാതായ കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചു കിട്ടി. പക്ഷെ ഒരു കുഞ്ഞിനെങ്കിലും നഷ്ടപ്പെട്ടിരുന്നെങ്കിലുള്ള അവസ്ഥകളൊന്നും ആലോചിച്ചു. ആ മാതാപിതാക്കൾക്ക് അത് തീരാ നഷ്ടമായിരിക്കില്ലേ? ആ ട്രോമ അവരെ ജീവിതകാലം മുഴുവനും വേട്ടയാടില്ല. രാത്രിയിൽ മര്യാദക്കൊന്ന് ഉറങ്ങാൻ കഴിയുമോ അവർക്ക്? കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നവരുടെയും ഭിക്ഷാടന മാഫിയക്കാരുടെയും ഒക്കെ ഇടയിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ആർക്കും ഉറക്കം കിട്ടില്ല, സമാധാനം കിട്ടില്ല. അത്രയും ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തെയാണ് കുറെ വേട്ടാവളയന്മാര് കോമഡി ആയി കണ്ട് കമന്റ് അടിക്കുന്നത്. കുട്ടികളെ കാണാനില്ല എന്ന് പറയുമ്പോഴാണ് അവന്റെ ഒരു തൊലിഞ്ഞ കോമഡി. എന്തായാലും ടോവിനോയും രഞ്ജിനും മികച്ച രീതിയിൽ തന്നെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബാക്കിയുണ്ടോ എന്തായാലും. സോ പ്ലീസ് ബി മോർ റെസ്പോൺസിബിൾ. ഓക്കെ, ഇത് ഇന്നും ഇന്നലെ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമല്ല. ഒരു വലിയൊരു സ്റ്റേജ് ഷോയിൽ വരുമ്പം കുറെ ആക്ടേഴ്സും സെലിബ്രിറ്റീസും ആരായാലും അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ ആൾക്കാർക്ക് തലയിൽ പ്രാന്തായ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. I've never understood that. Okay, it's great for the show, it's great for the energy, all that is great, but be smart about it. കുറച്ച് യൂസ് ചെയ്യാൻ മൂള ലൈക്ക് I've never understood. അത് ഒരു കാര്യം. എന്നിട്ട് ഞാൻ ഈ ലിസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക. 5 വയസ്സ്, 7 വയസ്സ്, 9 വയസ്സ്, 11 വയസ്സ്, പെട്ടെന്ന് 25 വയസ്സെന്നൊക്കെ. 25 വയസ്സായുള്ള ആൾക്കാർ എങ്ങനെയാ കാണാതാവുന്നത്? ലൈക്ക് ഇത് കാണാതാവുന്നതാണോ അവരുടെ കൂട്ടുകാരിൽ നിന്നും കൂട്ടം വിട്ടു പോകുന്നതാണോ? ഇത് മറ്റേ കമന്റ് അടിച്ചവന്മാരെ പോലെ തന്നെ വെറുതെ തമാശക്കായി കൂട്ടുകാരുടെ പേര് എഴുതി കൊടുത്തതാവും. അല്ലാതെ 25 വയസ്സായ ഒരാൾ എങ്ങനെയാണ് കാണാണ്ടാവുന്നത്? ഇനി അഥവാ കൂട്ടം തെറ്റിപ്പോയാണെങ്കിലും മൊബൈലിൽ വിളിച്ചു നോക്കാലോ. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ട് കാണാമെന്ന് വെക്കേണ്ടി വരും. എന്തായാലും ബാക്കി കൂടെ നോക്കാം. സോ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഈസ് ദാറ്റ് സേഫ്റ്റി എന്ന് പറയുന്നത്, അത് എന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് അത് ആദ്യം നോക്കണം ഞാൻ തന്നെയാണ്. അതിപ്പോ ക്രൗഡിൽ വരുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ മക്കളുടെ സേഫ്റ്റി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സേഫ്റ്റി നിങ്ങൾ നോക്കുന്നത് ഇസ് യോർ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി മറ്റുള്ള ആൾക്കാരുടെ തലയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം സ്റ്റേജ് ഷോസിൽ പോകുമ്പോൾ ഐ മേക്ക് ഷുവർ എന്റെ ചുറ്റും, അല്ലെങ്കിൽ എന്റെ വണ്ടി റെഡിയാണ്, എന്റെ ചുറ്റും ഒരു സെറ്റപ്പ് ഉണ്ട്, അല്ലാതെ ഞാൻ പോകൂല. ബിക്കോസ് why would ഞാൻ അല്ലെങ്കിൽ I will be the victim, right? And I don't want to be victimized. I don't want to suffer. So I've always felt that ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്സ് ഉള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാവും ഈ ക്രൗഡിനിടയിൽ.
ഓക്കെ, അത് നമ്മൾ എത്ര അമേസിംഗ് ആയിട്ടുള്ള ഇവന്റ് ഓർഗനൈസ് ചെയ്താലും അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആണ്. അത് മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു രീതി ഇസ് ടു കോൾ ദം ഔട്ട്. ഐ വിൽ സേ ആൻഡ് കൂട്ടത്തിൽ എന്തും തെറിയ ആൾക്ക് വിളിക്കാം. ഇപ്പൊ നമ്മുടെ ഓൺലൈനിൽ നടക്കുന്ന ആളാണല്ലോ, ഫേസ് ഇല്ലാത്തതുകൊണ്ട് യു കൻ സേ എനിത്തിങ്. പബ്ലിക്കിലും അങ്ങനെ തന്നെയാണ്. ഒരു 1000-10,000 ആൾക്കാരിൽ നിന്നും ആർക്കും എന്തും പറയാം. അവരുടെ മുഖം നമ്മൾ കാണില്ല എന്ന് അവർ വിചാരിക്കുന്നു. ബട്ട് ഇഫ് യു ആർ ഓൺ സ്റ്റേജ്, ഞാൻ സ്റ്റേജിലാണെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് ദ ഷോ, ഐ വിൽ കോൾ ഹിം ഔട്ട്, ഐ വിൽ ടെൽ ദ ക്യാമറ ടു ഫോക്കസ് ഓൺ ഹിസ് ഫേസ്. എല്ലാരെയും കാണിച്ചു കൊടുക്കും ദിസ് ഇസ് ദ തിണ്ടി. വൈ? ബിക്കോസ് നോബഡി ലൈക്സ് ദാറ്റ് അറ്റൻഷൻ. ആ അറ്റൻഷൻ അവരിലേക്ക് പോകുമ്പോൾ മിണ്ടാതെ അവർ പൊക്കോളും. അത് ഞാൻ വളരെ നേരത്തെ. അതെ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവന്മാരെ പോലുള്ളവരൊക്കെ എല്ലാവരും ഇടയിലിട്ട് നാണം കെടുത്തണം. മെയിൻ ആവാൻ നിന്നിട്ട് അവസാനം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരണം. എന്നാലേ ഇവനൊക്കെ പഠിക്കും. എന്തായാലും രഞ്ജിനി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. രഞ്ജിനിയെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് നടന്നിരുന്നത്. കാണികൾ അമ്മക്ക് വിളിച്ചെന്നും പറഞ്ഞ് താൻ ഏറി കയറിയേനെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് രഞ്ജിനി തന്നെ പറയുന്നു. പണ്ട് മറഡോണ കേരളത്തിൽ വന്ന പരിപാടി രഞ്ജിനി ആയിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്നതിനിടയിൽ ജനക്കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ രഞ്ജിനിയെ കയറി പിടിച്ചു. രഞ്ജിനി തിരിച്ചു നല്ല തെറി പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസത്തെ പത്രവാർത്തയിൽ രഞ്ജിനിയെ കയറി പിടിച്ച വാർത്ത ഉണ്ടായിരുന്നില്ല. പകരം രഞ്ജിനി ഹരിദാസ് ജനക്കൂട്ടത്തെ തെറിയഭിഷേകം ചെയ്തു എന്നുള്ളതായിരുന്നു അന്നത്തെ വാർത്തയുടെ തലക്കെട്ട്. ഇന്നായിരുന്നെങ്കിൽ ഇപ്പൊ അതിരടി ഫെസ്റ്റിൽ തനിക്ക് കിട്ടിയ സപ്പോർട്ട് പോലെ അന്നത്തെ ആളുകൾ ചിലപ്പം തന്നോടൊപ്പം നിന്നേനെ എന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രഞ്ജിനി പറഞ്ഞതിനും കാര്യമുണ്ട്. അറിയിച്ചതിലധികം ഹെയ്റ്റും ട്രോളും ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ് രഞ്ജിനി ഹരിദാസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാലും ഇപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ അവതാരികമാർക്കിടയിൽ മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് അന്നും ഇന്നും എന്തും രഞ്ജിനി തന്നെയാണ്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.